ഗുഡ് മോർണിംഗ്. ഇന്ന് 24ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ആരംഭിക്കുന്നത്. HCF, LCM, ഉസാഖ, ലസാഗു. അപ്പം ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള രണ്ടു കണക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സംഖ്യയുടെ ലസാഗു എന്ന് പറയുന്നത്, LCM എന്ന് പറയുന്നത് 54, HCF 9 ആയാൽ അതിൽ ഒരു സംഖ്യ എന്ന് പറയുന്നത് 18 ഒരു സംഖ്യ 18 രണ്ടാമത്തെ സംഖ്യ നമുക്ക് ചോദിക്കാം. രണ്ട് സംഖ്യകളെ ലസാഗു LCM 54 ആ സംഖ്യകളെ HCF 9 ഉസാഗ 9 ആയാൽ ഒരു സംഖ്യ 18 അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ ആ കണക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. 54 × 9 അതായത് LCM × HCF ഈസ് ഈക്വൽ ടു 18 × B. രണ്ടാമത്തെ സംഖ്യ നമുക്കറിയത്തില്ല. അപ്പൊ ഈ രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ therefore B ഈസ് ഈക്വൽ ടു 54 × 9 ബൈ 18. 54 × 9 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്യാൻസലേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, 9ഉം 18ഉം കൂടെ വെട്ടുക. 54 × 9 ബൈ 18. 9ഉം 18 2. 9 2 18. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാണെന്നുണ്ടെങ്കിൽ 54 ബൈ 2 കിട്ടും. വീണ്ടും നമ്മൾ വെട്ടിക്രിയ ചെയ്യുമ്പോൾ 54നെ നമ്മൾ 2 കൊണ്ട് വെട്ടുകയാണെങ്കിൽ 2 2 4 14 7 2 14 അപ്പോൾ 27. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 27. അപ്പം രണ്ടാമത്തെ സംഖ്യ LCM 54, HCF 9. ഒരു സംഖ്യ 18 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? അപ്പോൾ നമുക്കറിയാം LCMന്റെ HCFന്റെ ഗുണനഫലം എന്ന് പറയുന്ന സംഖ്യയുടെ ഗുണനഫലമാണ്. അപ്പോൾ 54 × 9 ഈസ് ഈക്വൽ ടു 18 × B. അപ്പോൾ B എന്ന് പറയുന്ന രണ്ടാമത്തെ സംഖ്യ നമുക്കറിയത്തില്ല. അപ്പോൾ B കാണാൻ 54 × 9 ഈ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്യാൻസലേഷൻ 54 × 9 / 18 എന്ന് പറയുമ്പോൾ 9 കൊണ്ട് 18 കിട്ടുമ്പോൾ നമുക്ക് 2 കിട്ടും. അപ്പോൾ നമുക്ക് 54 / 2 ആക്കി. അതിൽ 2 കൊണ്ട് 54 കിട്ടുമ്പോൾ 27 കിട്ടും. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നതാണ് 27. 20, 26 എന്നീ സംഖ്യകളുടെ LCM 20, 26ന്റെ LCM 260 ആയാൽ, 20, 26ന്റെ LCM 260 ആയാൽ HCF എന്താണ്? നമുക്കറിയാം 20, 26നെ നമുക്ക് ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് ഡയറക്റ്റ് നമുക്ക് HCF കണ്ടുപിടിക്കാം. പക്ഷെ നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ 260 × HCF ഈസ് ഈക്വൽ ടു 20 × 26. അപ്പോൾ HCF ഈസ് ഈക്വൽ ടു 20 × 26 ഡിവൈഡഡ് ബൈ 260. അപ്പോൾ നമുക്ക് അവിടെ 20 × 26 ഡിവൈഡഡ് ബൈ 260. ക്യാൻസലേഷൻ ന്യൂമറലിലൊരു 0 ഉണ്ട്, ഡിനോമിനേറ്റർ 0 ഉണ്ട്. ക്യാൻസൽ ചെയ്തു. പിന്നെ പോയിട്ട് ഇവിടുത്തെ 26 ക്യാൻസലായി, ഇവിടുത്തെ 26 ക്യാൻസലായി. ബാക്കി എന്താ ഉള്ളത്? 2. അപ്പോൾ HCF ഈസ് ഈക്വൽ ടു 2.
നമുക്കൊന്നുകൂടെ നോക്കാം. 20, 26 എന്ന് പറയുന്ന രണ്ട് സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് 260 അങ്ങനെയെങ്കിൽ HCF എത്ര? നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് 20നെ 26നെ ബാക്ടേഴ്സേഴ്സ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ HCF ഡയറക്റ്റ് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് അതെങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ വരുമ്പം 260ൻ്റെ HCF LCM HCF കൂടെ ഗുണിക്കാം. അപ്പോൾ HCF 260ൻ്റെ HCF = 20×26 സംഖ്യയുടെ ഗുണനഫലം. HCF = 20×26/260. ഇവിടെ ഗുണിച്ചിരിക്കുന്നുണ്ട്, റൈറ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്യാൻസലേഷൻ നോക്കാം. 20×26/260. 0 and 0 ക്യാൻസൽ ചെയ്തു. 20, 26 വെട്ടിപ്പോയി, ബാക്കി 2 കിട്ടും. HCF. അപ്പോൾ HCF ഓഫ് HCF ഓഫ് 20 and 26 is 2. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മടിക്കരുത്. മാത്രമല്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.